നമസ്കാരം. രാജ്യതിലകത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അസ്വസ്ഥയായ കൈകേയി തൻ്റെ തോഴിയായ മന്ധരയുടെ നിർദ്ദേശപ്രകാരം ദശരഥനെ സമീപിക്കുന്നു. മുൻപൊരിക്കൽ രഥത്തിൻ്റെ അച്ചാണി ഇളകിപ്പോയ അപകടത്തിൽ നിന്നും സ്വന്തം വിരലിൽ ചക്രം തിരിയാൻ അനുവദിച്ച കൈകേയിയുടെ പ്രവൃത്തിക്ക് ദശരഥൻ 2 വരങ്ങൾ നൽകിയിട്ടുണ്ട്. അവ രണ്ടും തനിക്കിപ്പോൾ നടത്തിത്തരണമെന്നും കൈകേയി ആവശ്യപ്പെട്ടു. അവയിലൊന്ന് തൻ്റെ മകൻ ഭരതനെ രാജാവായി വാഴിക്കുക എന്നതും രണ്ടാമത് ശ്രീരാമനെ വനവാസത്തിനയക്കണമെന്നതുമായിരുന്നു. അവളോടുള്ള തൻ്റെ വാഗ്ദാനം മറക്കാനാകാത്തതിൽ ദശരഥൻ ഈ ആവശ്യം അംഗീകരിക്കാൻ നിർബന്ധിതനാകുന്നു. തൻ്റെ കടമയും ധർമ്മവും നിറവേറ്റുന്നതിൽ രാമൻ പിതാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പത്നി സീതയോടും സഹോദരൻ ലക്ഷ്മണനോടുമൊപ്പം വനവാസത്തിനായി പോകുന്നു. ശ്രീരാമൻ്റെ യാത്രയോടുകൂടി രാജ്യം മുഴുവനും ദുഃഖത്തിൽ മുങ്ങുന്നു. ഇന്ന് കർക്കിടകം 10 അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ നിന്നും ശ്രീരാമാഭിഷേക വിഘ്നം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. പാപേ മഹാഭയകാരണം കേൾക്ക നീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ത്വത്പുത്രനായ ഭരതനെയും ബലാൽ തത്പ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ടു തന്നെ ഇത്. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക, കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപത്ന്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലൂ മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം, ത്വത്സുതൻ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമി പാലാജ്ഞയ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലിതിനെന്നൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കിന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയെ മേവിനാൾ. കൈകേയി മന്ധര
വസുന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിന്നു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. എങ്കിലോ രാജ ദശരഥനാദരാൽ പങ്കജനേത്രോഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തഃപുരമകം പുക്കരുളിടിനാൻ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിടായിക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയിലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു. ഭവാങ്കലതു രണ്ടുമിച്ഛയുണ്ടിന്നു വാങ്ങിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതിവീരൻ ജഡാവൽക്കരം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസി വനത്തിനു പോകണം. എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ. എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.